4000 5000 കിലോമീറ്റർ അപ്പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഗ്രൂപ്പൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. എന്റെ കൂടെ എന്നെ ഇഷ്ടപ്പെട്ട് എന്റേതായിട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ വീട്ടിലുണ്ടാവും. ആ ഭാര്യക്കും പല കാര്യങ്ങളും സംസാരിക്കാനുണ്ടാവും. അത് സംസാരിക്കാൻ എനിക്ക് സമയമില്ല. അതിപ്പോ ഓള് ഒന്നും എന്റെ ഭാര്യ തന്നെയല്ല, നാളെ പറഞ്ഞാലും പോരെ. നാളെ ഇത് തന്നെയാണ് അവസ്ഥ, സംസാരിക്കാൻ സമയമില്ല. ഈ മക്കളുടെ കാര്യം ആലോചിച്ച് നോക്കി. എന്റെ വലിയ മോനെ ഒരിക്കൽ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായി, എനിക്ക് വേറെ ക്ലാസ് ഉണ്ട്. അപ്പൊ രണ്ടാമത് മാറ്റി നിശ്ചയിച്ച മീറ്റിംഗിന് എനിക്ക് വരാൻ പറ്റൂല. ഇത് അവന്റെ ഉമ്മ ഒരു മരണം എന്റെ ഭാര്യയായിട്ട് വരും അല്ലേ? എന്റെ ഭാര്യ അവനോട് പറഞ്ഞു പാപ്പാക്ക് വരാൻ കഴിയില്ലടാന്ന് പറഞ്ഞു. അപ്പൊ ഈ ചങ്ങാതി എന്താ പറഞ്ഞത് അറിയോ? എന്നാ തിരക്കില്ലാത്തൊരു വാപ്പാനെ വാങ്ങിത്തരാൻ പറയുന്നത് പറഞ്ഞു. അതായത് ഒരു 6 വയസ്സുകാരന്റെ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എല്ലാണ്ടതില് നമ്മുടെ കുട്ടികൾക്ക് ഒരു വിഷയം വരുമ്പോൾ അതിന് അവൈലബിൾ ആവാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് കച്ചവടം? എന്റെ ഭാര്യന്, ഞാനും എന്റെ ഭാര്യ തമ്മിൽ സന്തോഷത്തിൽ അങ്ങനെ ഗർഭിണിയായിട്ട് അത് കൊണ്ടുപോകാൻ എനിക്ക് ഭർത്താവാ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ എന്റെ ഏർപ്പാട്? അതുകൊണ്ട് ഞാൻ പ്രവാസികളോടൊക്കെ പരമാവധി പറയാറുണ്ട്, ആ പ്രസവ സമയത്ത് നിർണായക എന്റെ ഭാര്യ എന്റെ കുട്ടിനെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ അടുത്തില്ലെങ്കിൽ പിന്നെ ആരാ നിൽക്കും? അമ്മ ഉണ്ടായിട്ട് ഭർത്താവോ? ഉമ്മാന്റെ സ്ഥാനത്താണ്. അത് വേറൊരു ധൈര്യമാണ്.